അതനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെ പറയല്ലേ, പാർട്ടി എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കും. ഇത് പാർട്ടി പറയും. പാർട്ടി എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെ പറയല്ലേ, പാർട്ടി എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കും. ഈ തവണ കൊല്ലത്തെ ഒരു മത്സര രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ മുകേഷ് ശക്തനായ ഒരു നേതാവാണ്. അപ്പോൾ അവരെ തോൽപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഈ തവണ ഉണ്ട്. തീർച്ചയായും ഉണ്ട്. പിണറായി വിജയന്റെ പ്രതിനിധിയായിട്ടാണല്ലോ ആരാണെങ്കിലും വരുന്നത്. ആ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ. ആ സർക്കാർ ജനങ്ങളെ എല്ലാ വിഭാഗങ്ങളെയും കഷ്ടപ്പെടുത്തിയ എല്ലാ ദിവസവും ഞാൻ പറയാം, ജനത്തിന് ഒരു ഭരിക്കുന്ന സർക്കാരിനോട് ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ മുഴുവൻ പേരെയും വെറുപ്പിക്കുന്ന ഒരുപക്ഷെ ലോകതലത്തിൽ കാണാനിടയില്ല. അതുകൊണ്ട് തന്നെ UDF വിജയം ഉറപ്പാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം നിയമസഭ തീർച്ചയായും പാർട്ടി തന്നെ അത്തരം തീരുമാനം എടുത്തിട്ടുണ്ട്. വനിതകൾക്കും യുവാക്കൾക്കും പകുതിയോളം പുതുമുഖങ്ങൾ ഉൾപ്പെടുന്നവർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥി ഈ തവണ ഒരു വനിതകളുടെയും ഒരു പ്രതിഷേധം ഉണ്ടാകില്ല, ഒരിക്കലും ഉണ്ടാകില്ല. എല്ലാ വനിതകളെയും ചെറുപ്പക്കാരെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ 140 സീറ്റിൽ വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കൊല്ലത്തും അത് തന്നെയാണ്, ഒട്ടും വ്യത്യസ്തമല്ല.